കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഇന്ന് ഈ പകൽക്കാലം നമുക്കൊരുമിച്ച് വീണ്ടും ദൈവവചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും അത് പഠിക്കുവാനും സ്വർഗം നൽകിയ ഈ സമയത്തെ ഓർത്ത് നമുക്ക് തമ്പുരാനോട് നന്ദി കരയേറ്റാം, സ്തുതി കരയേറ്റാം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ അല്പസമയത്തെ വചന ചിന്തയ്ക്കായി പ്രാർത്ഥനയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്നുള്ളത് യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. അതിപ്രകാരമാണ്: അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. ആമേൻ. വചനം ഇപ്രകാരമാണ്: അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. ആമേൻ. സ്തോത്രം കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വളരെ അർത്ഥവത്തായ ഹൃദയസ്പർശിയായ ഒരു തിരുവചന വാക്യമാണിത്. ഈ വചനം നമുക്ക് മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് അല്പസമയം, അടുത്ത ചില നിമിഷങ്ങൾ നമ്മുടെ കണ്ണുകൾ അടച്ച് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി മറ്റുള്ള എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഒന്ന് മാറ്റിവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക്, ഞങ്ങളുടെ മനസ്സിൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങളെ കാണുന്ന ദൈവമാകുന്നു എന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വാക്കുകളേക്കാൾ ഞങ്ങളുടെ പ്രവൃത്തിയെ നോക്കുന്നവനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഇന്ന് ഈ സമയം ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്നു. കർത്താവേ, നീ നീതിയുള്ളവനും അതേസമയം അനന്തമായ കരുണയുടെ ഉറവിടവുമാകുന്നു. നിനവേക്കാരെ പോലെ പാപത്തിൽ മുങ്ങിയിരുന്ന ഞങ്ങളെയും അവിടുന്ന് ഉപേക്ഷിച്ചില്ലല്ലോ. മുന്നറിയിപ്പുകൾ നൽകി, സമയം നൽകി, മാനസാന്തരത്തിനുള്ള അവസരവും അടിയങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. ഇന്നും കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ കാത്തു നിൽക്കുന്ന മേഖലകൾ, ഞങ്ങളുടെ അനുദിന പ്രവർത്തനങ്ങൾ ഞങ്ങൾ തമ്പുരാനെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തെറ്റായ വഴികൾ, അഹങ്കാരത്തിൻ്റെ പാതകൾ, വെറുപ്പും വൈരാഗ്യവും നിറഞ്ഞ ചിന്തകൾ, നിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ, ഇവയെല്ലാം ഞങ്ങൾ വിട്ടൊഴിയുന്നു കർത്താവേ. തമ്പുരാനെ, ഞങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, ഞങ്ങളുടെ പ്രവർത്തികളും അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് കനിവ് തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. മറക്കണമേ അപ്പാ, പൊറുക്കണമേ. നല്ല തമ്പുരാനെ, പുറമേക്കു മാത്രം നല്ലവരായി തോന്നുന്ന കപട ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. തമ്പുരാനെ, നീ ഞങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഒരു തുള്ളി കണ്ണുനീർ, ഒരു പശ്ചാത്താപ നിമിഷം, ഒരു തിരിഞ്ഞു നോട്ടം, ഇവയെല്ലാം നിന്റെ ഹൃദയത്തെ ഒരുക്കുന്നതാണ് എന്ന് ഈ തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്ന ബന്ധങ്ങളെ അവിടുന്ന് കനിവ് തോന്നി പുനഃസ്ഥാപിക്കണം. ശിക്ഷയായി തോന്നിയിരുന്ന കുടുംബ സാഹചര്യങ്ങളെ തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹപൂർണമാക്കി മാറ്റുന്ന ദൈവികമായൊരു ഇടപെടൽ അടിയങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ.
കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ ദോഷങ്ങൾ നിമിത്തം വരാവുന്ന അനർത്ഥങ്ങൾ നിന്റെ കരുണയാൽ തമ്പുരാനെ മാറ്റിക്കളയണം. ഞങ്ങളുടെ തലമുറകൾ ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷയല്ല, മറിച്ച് അനുഗ്രഹം അനുഭവിക്കുവാൻ തമ്പുരാനെ സംഗതിയാണ്. നിനവയെ പോലെ ഇന്നും ഞങ്ങളും വസ്ത്രം കീറാതെ ഹൃദയം കീറി നിന്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരുക. ദൈവമേ, നിന്റെ കോപം ക്ഷണിക്കും, നിന്റെ കരുണ നിത്യവുമാണ്. നമ്മെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതം നിനക്ക് പ്രസാദകരമായ ഒരു സാക്ഷ്യമായി മാറണമേ. മാറിയ ജീവിതം കാണുമ്പോൾ നീ അനുതപിക്കുന്ന അത്ഭുതം ദൈവമേ എന്നും നടക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും തമ്പുരാനെ പുതിയ ഒരു തുടക്കം നീ എഴുതണമേ. ഇവയെല്ലാം നിങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ.